വാർത്തകളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വിജ്ഞാനവും വിനോദവും കൗതുകവും നിറഞ്ഞ കുറെ വിശേഷങ്ങളുമായി കുട്ടികളുടെ വാർത്ത. ആദ്യം പ്രധാന വാർത്തകൾ കാണാം. ഒക്ടോബർ 2 നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ജന്മദിനം ആഘോഷിച്ചു. ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം ആചരിച്ചു. വന്യജീവി വാരാഘോഷത്തിൽ നടന്ന വിവിധ മത്സരങ്ങളുടെ വിശേഷങ്ങൾ. ആനിമേഷൻ ചിത്രം എപ്പിക് പ്രദർശനത്തിനായി ഒരുങ്ങുന്നു. ഒക്ടോബർ 2 നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ജന്മദിനം ആഘോഷിച്ചു. ബാപ്പുജിയുടെ 143ാമത്തെ ജന്മദിനമാണ് ലോകമെങ്ങും ആഘോഷിച്ചത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് ഗാന്ധിജിയുടെ മുഴുവൻ പേര്. അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു. അഹിംസയിലുറച്ച സത്യാഗ്രഹം എന്ന സമരമുറയായിരുന്നു ഗാന്ധിജിയുടേത്. മഹത്തായ ആത്മാവ് എന്നർത്ഥം വരുന്ന മഹാത്മാ, അച്ഛൻ എന്ന അർത്ഥം വരുന്ന ബാപ്പുജി എന്നീ നാമവിശേഷണങ്ങൾ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സാന്നിധ്യം വ്യക്തമാക്കുന്നു. ഏറ്റവും കഠിനമായ പ്രതിസന്ധി ഘട്ടങ്ങളിലും സത്യം, അഹിംസ എന്നീ മൂല്യങ്ങളിൽ അടിയുറച്ച് പ്രവർത്തിക്കുവാൻ മഹാത്മാഗാന്ധി ശ്രദ്ധിച്ചു. ജീവിതകാലം മുഴുവൻ അദ്ദേഹം ഹൈന്ദവ തത്വശാസ്ത്രങ്ങളുടെ പ്രയോക്താവായിരുന്നു. എല്ലാവിധത്തിലും ശാസ്ത്രീയത്വം പുലർത്തിയ ഒരു ആശ്രമം സ്ഥാപിച്ച് അവിടെ ലളിതമായ ഒരു ജീവിതം നയിച്ച് പൊതുപ്രവർത്തകർക്ക് അദ്ദേഹം മാതൃകയായി. സ്വയം നൂൽനൂറ്റുണ്ടാക്കിയ വസ്ത്രം ധരിച്ചു, സസ്യാഹാരം മാത്രം ഭക്ഷിച്ചു. ഉപവാസം ആത്മശുദ്ധീകരണത്തിനും പ്രതിഷേധിക്കാനുമുള്ള ഉപാധിയാക്കി. ഗാന്ധിജിയുടെ ദർശനങ്ങൾ ആഗോളതലത്തിൽ ഒട്ടേറെ പൗരാവകാശ പ്രവർത്തകരെ സ്വാധീനിച്ചു. മാർട്ടിൻ ലൂതർ കിങ്, സ്റ്റീവ് ബിങ്കോ, നെൽസൺ മണ്ടേല, ഓങ് സാൻ സൂകി എന്നിവർ ഗാന്ധിയൻ ആശയങ്ങൾ പിന്തുടർന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി എന്ന പേരിൽ ദേശീയ അവധി നൽകി ആചരിക്കുന്നു. അഹിംസ അധിഷ്ഠിത സത്യാഗ്രഹം എന്ന ഗാന്ധിയൻ ആശയത്തോടുള്ള ബഹുമാനാർത്ഥം ഐക്യരാഷ്ട്രസഭ അന്നേ ദിവസം ലോക അഹിംസാ ദിനമായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗാന്ധിയുടെ ജീവിതത്തിന്റെ അവസാന കാലം പൊതുവെ ദുഃഖഭരിതമായിരുന്നു. അദ്ദേഹം വെറുത്തിരുന്ന ഇന്ത്യൻ വിഭജനം അതിന്റെ പ്രധാന കാരണവുമായി. കസ്തൂർബയുടെ വിയോഗവും അദ്ദേഹത്തെ ദുഃഖിതനാക്കി. വിഷ്ണുഭജനമായിരുന്നു ആശ്വാസം. അദ്ദേഹം അനേകം പ്രാർത്ഥനാ യോഗങ്ങളിൽ പങ്കെടുത്തു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഗാന്ധിജി കൽക്കത്തയിൽ ഭാരത വിഭജനത്തിൽ ദുഃഖിതനായി കഴിഞ്ഞു. പശ്ചിമ പാകിസ്ഥാനിൽ നിന്ന് നിരവധി ഹിന്ദുക്കളും സിഖുകാരും അഭയാർത്ഥികളായി എത്തി. സെപ്റ്റംബർ 4 ഡൽഹിയിലും വർഗീയ ലഹള ആരംഭിച്ചു. സമാധാനത്തിനായി അദ്ദേഹം ഡൽഹിയിൽ ജാനുവരി 13 നിരാഹാര സമരം ആരംഭിച്ചു. സാമുദായ നേതാക്കളും ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തവരും ഒത്തുതീർപ്പിന് തയ്യാറായപ്പോൾ അദ്ദേഹം നിരാഹാരം അവസാനിപ്പിച്ചു. 1948 ജാനുവരി 30 വെള്ളിയാഴ്ച വൈകുന്നേരം 5:17 ഡൽഹിയിലെ ബിർള മന്ദിറിൽ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കവേ ഹിന്ദു മഹാസഭാ പ്രവർത്തകനായ നാഥുറാം ഗോഡ്സെ എന്ന ഹിന്ദു മതഭ്രാന്തന്റെ വെടിയേറ്റ് അദ്ദേഹം മരണമടഞ്ഞു. ജാനുവരി 31 ഗാന്ധിജിയുടെ ഭൗതിക ശരീരം രാജ്ഘട്ടിൽ സംസ്കരിച്ചു. രാജ്യം മുഴുവനും അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചിച്ചു. രാജ്ഘട്ടിലെ ലളിതമായ കറുത്ത കരിങ്കൽ പീഠം ആകാശത്തെ സാക്ഷിയായി അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി നിലകൊള്ളുന്നു. ഒരറ്റത്ത് ഒരു കിടാവിളക്കുമുണ്ട്. കുട്ടികളുടെ വാർത്ത ജയ്ഹിന്ദ് ന്യൂസ്. ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം ആചരിച്ചു. പുതുതലമുറയെ അധ്യാപനത്തിന്റെ മഹത്വം അറിയിക്കുന്ന ലക്ഷ്യത്തോടെയാണ് ഇക്കുറി അധ്യാപക ദിനം ആചരിച്ചത്.
1994 യുനെസ്കോ ഒക്ടോബർ 5 ലോക അധ്യാപക ദിനമായി പ്രഖ്യാപിച്ചത്. അധ്യാപകർ സമൂഹത്തിന് നൽകുന്ന സംഭാവനകൾ മനസ്സിലാക്കുന്നതിനും അംഗീകരിക്കുന്നതിനും ആദരിക്കുന്നതിനുമായാണ് ലോകവ്യാപകമായി അധ്യാപക ദിനം ആചരിക്കാൻ യുനെസ്കോ തീരുമാനിച്ചത്. ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന അധ്യാപകരെ ഒരിക്കലും വിസ്മരിക്കാനാവില്ല. ലോകത്താകമാനം 100ഓളം രാജ്യങ്ങൾ ഒക്ടോബർ 5 ലോക അധ്യാപക ദിനമായി ആചരിക്കുന്നുണ്ട്. എന്നാൽ ഇത് എല്ലായിടത്തും ഒരേപോലെയല്ല. ചരിത്രപരമായ കാരണങ്ങളുമായി ബന്ധപ്പെട്ട് ചിലയിടങ്ങളിൽ വ്യത്യസ്ത ദിനങ്ങളിലാണ് അധ്യാപക ദിനാഘോഷം. അധ്യാപകനും ഇന്ത്യയുടെ രാഷ്ട്രപതിയുമായിരുന്ന സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. മാതാപിതാ ഗുരുർദൈവം എന്ന വാക്യം തന്നെ നമ്മുടെ രാജ്യത്ത് ഗുരുനാഥന്മാർക്ക് എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ തെളിവാണ്. മനുഷ്യനെ സമൂഹജീവിയായി വളർത്തുന്നതിൽ അധ്യാപകർക്കുള്ള പങ്ക് വലുതാണ്. അറിവിന്റെ പുതിയ ചക്രവാളങ്ങളിലേക്ക് നടന്നെടുക്കണമെങ്കിൽ നല്ല അധ്യാപകരുടെ ശിക്ഷണം കൂടിയേ തീരൂ. അധ്യാപനത്തിന്റെ മഹത്വവും പ്രാധാന്യവും പ്രചരിപ്പിക്കുന്നതിനായി എഡ്യൂക്കേഷൻ ഇന്റർനാഷണൽ എന്ന സംഘടന വിവിധ പരിപാടികളാണ് ലോകമെമ്പാടും സംഘടിപ്പിക്കുന്നത്. കുട്ടികളുടെ വാർത്ത, ജയ്ഹിന്ദ് ന്യൂസ്. കാടിന്റെ സൗന്ദര്യം പകർത്തിയ ഫോട്ടോ പ്രദർശന വിശേഷങ്ങൾ കൂട്ടുകാർക്ക് അറിയണ്ടേ? തേക്കടി വന്യജീവി വാരാഘോഷത്തോടനുബന്ധിച്ച് നിരവധി വന്യജീവികളുടെ ഫോട്ടോകൾ പ്രദർശിപ്പിച്ചത് കുട്ടികൾക്ക് കൗതുകമുണർത്തി. പെരിയാർ കടുവാ സങ്കേതത്തിലെ വിവിധയിനം പക്ഷികൾ, മൃഗങ്ങൾ, ഇഴജന്തുക്കൾ എന്നിവയുടെ ചിത്രങ്ങൾ അടങ്ങുന്നതായിരുന്നു ഫോട്ടോ പ്രദർശനം. ഇടുക്കി ജില്ലയിലെയും മറ്റു ജില്ലകളിലെയും നിരവധി സ്കൂളുകളിൽ നിന്നുമുള്ള കുട്ടികൾ തേക്കടിയിലെത്തി. വരും തലമുറകൾക്ക് വനത്തിന്റെയും ജീവജാലങ്ങളുടെയും ജീവിത രീതികളും മറ്റും പകർന്നു നൽകുക എന്നതാണ് ഈ ഫോട്ടോ പ്രദർശനത്തിന്റെ ലക്ഷ്യം. വരുന്ന കുരുന്നുകൾക്ക് നാളെ നല്ലൊരു നാളേക്കായി എങ്ങനെ നമുക്ക് മുമ്പോട്ട് നീങ്ങാം, വനത്തിനെ സംരക്ഷിക്കാം, അല്ലെങ്കിൽ പ്രകൃതി എങ്ങനെ സംരക്ഷിക്കാം എന്ന ഒരു മെസ്സേജ് കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ ഈ വന്യജീവി വാരാഘോഷം കൊണ്ട് സാധിക്കുന്നതിൽ ഞങ്ങൾ സംഘാടക സമിതിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാനന ഭംഗിയുടെ ദൃശ്യചാരുതാ വിസ്മയങ്ങളാണ് ഫോട്ടോ പ്രദർശനത്തിൽ കാണുവാൻ സാധിച്ചത്. തേക്കടി കടുവാ സങ്കേതത്തിന്റെ വന്യജീവി വാരാഘോഷം 8-ാം തീയതി സമാപിക്കും. സമാപന സമ്മേളനത്തിൽ നിരവധി സ്കൂളുകളിൽ നിന്നുമുള്ള കുട്ടികൾ വന്യജീവി റാലിയിൽ പങ്കെടുക്കും.
കുട്ടികളുടെ വാർത്ത ജയ്ഹിന്ദ് ന്യൂസ്. കുട്ടികളുടെ വാർത്തയിൽ ഇനി ഒരു ഇടവേള.